കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യത്ത് ആളുകൾ മരിച്ചു വീഴുമ്പോഴും കൃത്യമായി കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ചികിത്സ കിട്ടാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളുകൾ നെട്ടോട്ടമോടുമ്പോൾ കോവിഡ് മരുന്നുകൾ പൂഴ്ത്തിവെച്ച ബി.ജെ.പി. മരുന്നുകൾ പൂഴ്ത്തിവെച്ചു എന്നു മാത്രമല്ല, അവ വിദേശത്തേക്ക് കയറ്റാനും ബി.ജെ.പി. നേതാക്കൾ പദ്ധതിയിട്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനമുള്ള മഹാരാഷ്ട്രയിലാണ് സംഭവം. കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ റെംഡെസിവിർ ഇഞ്ചക്ഷനായി ആളുകൾ നെട്ടോട്ടം മൂടുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ റെംഡെസിവിർ ബി.ജെ.പി. നേതാക്കൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. കോവിഡ് മരുന്നിന് ക്ഷാമം രൂക്ഷമായിരിക്കവെയാണ് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. നേതാക്കൾ മരുന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമേ കോവിഡ് റെംഡെസിവിർ വിതരണം ചെയ്യാനാവൂ. എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതാക്കൾ അവ പൂഴ്ത്തിവെക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ദമനിലുള്ള ബ്രൂക്ക് ഫാർമ കമ്പനി വഴിയാണ് ബി.ജെ.പി. കോവിഡ് റെംഡെസിവിർ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. ദമനിലുള്ള ബ്രൂക്ക് ഫാർമ കമ്പനിയിൽ 60,000 പാക്ക് റെംഡെസിവിർ പൂഴ്ത്തിവെച്ചിരിക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മുംബൈ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് കമ്പനി ഡയറക്ടറും മുംബൈ നിവാസിയുമായ രാജേഷ് ദോക്കാനിയെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഈ ചോദ്യം ചെയ്യലിലാണ് സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾക്ക് വേണ്ടിയാണ് ബ്രൂക്ക് ഫാർമ കമ്പനി വഴി കോവിഡ് റെംഡെസിവിർ പൂഴ്ത്തിവെച്ചിരിക്കുന്നതെന്നും കാർഗോ വിമാനത്തിൽ അവ വിദേശത്തൊക്കെ അയക്കാൻ പദ്ധതിയുണ്ടെന്നും മുംബൈ പോലീസിന് വിവരം ലഭിച്ചത്. ഇതിനിടയിൽ തങ്ങളുടെ പദ്ധതി പൊളിയാതിരിക്കാനായി കമ്പനി ഉടമയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഉടനെ തന്നെ ബി.ജെ.പി. നേതാവും നിയമസഭാ പ്രതിപക്ഷ നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസും നിയമസഭാ കൗൺസിൽ പ്രതിപക്ഷ നേതാവ് പ്രവീൺ ദമേക്കറും മറ്റ് ബി.ജെ.പി. നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ പാഞ്ഞെത്തുകയായിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിച്ച പ്രതിദിനം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള റെംഡെസിവിർ ബി.ജെ.പി. നേതാക്കൾ പൂഴ്ത്തിവെച്ചതും ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ബി.ജെ.പി. നേതാക്കളുടെ നീക്കങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ മഹാരാഷ്ട്രയിൽ ഫട്നാവിസും ബി.ജെ.പിയും പ്രതിരോധത്തിലായിരിക്കുകയാണ്. റെംഡെസിവിർ കിട്ടാതെ സർക്കാർ വലയുമ്പോൾ സർക്കാരിനെയും ജനങ്ങളെയും വഞ്ചിച്ച റെംഡെസിവിർ പൂഴ്ത്തിവെക്കാൻ ബി.ജെ.പി. നേതാക്കൾ മുതിർന്നത് എന്തിനെന്ന ചോദ്യവുമായി എൻ.സി.പിയും ശിവസേനയും കോൺഗ്രസും എ.എ.പിയും രംഗത്തെത്തിയിട്ടുണ്ട്. പൂഴ്ത്തിവെപ്പ് സംബന്ധിച്ച് സൂചന ലഭിച്ച കമ്പനി ഡയറക്ടറെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അർദ്ധരാത്രി ഫട്നാവിസ് സ്റ്റേഷനിൽ ഓടിയെത്തി കമ്പനി അധികൃതരെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തത് എന്തിനെന്ന ചോദ്യവും ഇതോടെ മഹാരാഷ്ട്രയിൽ നിന്നും ഉയരുകയാണ്. സംഭവത്തിൽ ഫട്നാവിസ് അടക്കം ബി.ജെ.പി. നേതാക്കൾക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളുടെയും ഓക്സിജന്റെ ലഭ്യത കുറവും കണക്കിലെടുത്ത സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കവെയാണ് മഹാരാഷ്ട്രയിൽ ജനങ്ങളുടെ ജീവന് പുല്ലുവില നൽകിക്കൊണ്ട് ബി.ജെ.പി. നേതാക്കൾ കോവിഡ് മരുന്നുകൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അവ വിദേശത്തേക്ക് കയറ്റിയേക്കാനുള്ള ശ്രമവും ബി.ജെ.പി. നേതാക്കൾ നടത്തിയിരിക്കുന്നത് എന്നത് ബി.ജെ.പി. രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.